ഹായ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. ആദ്യത്തെ വീഡിയോ തന്നെ ഇത്ര അടിപൊളിയാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് എല്ലാവരെയും പോലെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറയും, ഒരു കോണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ എല്ലാവരും പറയുന്നത് പോലെ നല്ല ക്യാമറയില്ല, നല്ല മൈക്കില്ല, നല്ല അറ്റ്മോസ്ഫിയർ ഇല്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ മൂഡില്ല, ആ രീതിയിൽ ഒരുപാട് എക്സ്ക്യൂസുകൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, പെർഫെക്റ്റ് ടൈം ആവാൻ വെയിറ്റ് ചെയ്യുക, പെർഫെക്റ്റായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാം ഒന്ന് പെർഫെക്റ്റായിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ. അപ്പം എനിക്ക് മനസ്സിലായി, എല്ലാം ഒത്തിണങ്ങിയിട്ട് ഒരു ദിവസം നേരവും കാലവും നോക്കി ചെയ്യേണ്ട സംഭവമല്ല ഇത് എപ്പോഴാണോ തുടങ്ങാൻ വിചാരിക്കുന്നത് അപ്പോഴങ്ങ് തുടങ്ങുക. ഫസ്റ്റത്തെ വീഡിയോ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ നമ്മളായിട്ട് അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? നല്ല ക്യാമറ കിട്ടട്ടെ, നല്ല സമയം വരട്ടെ, അല്ലെങ്കിൽ നല്ലൊരു മൈക്കോ കാര്യങ്ങളോ കിട്ടട്ടെ, ആ രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പെർഫെക്റ്റ് ആവാൻ വേണ്ടി നോക്കരുത്. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സും മറ്റ് ആൾക്കാരും എല്ലാം അവരുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു രീതിയിലും പെർഫെക്റ്റ് ഇല്ലാത്ത ഒരു വീഡിയോ ആയിരിക്കും. ഒരു 100 വീഡിയോ ഒക്കെ ചെയ്ത് ഒരു 50 വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് എല്ലാ രീതിയിലും നമ്മൾ പെർഫെക്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പെർഫെക്റ്റ് ആവാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ശൈലിയിൽ ഇതിലിപ്പോൾ കുറേ എന്താ പറയുക, ഒരുപാട് തവണ റിപ്പീറ്റേഷനായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് പറയുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടുന്നുണ്ടായിരിക്കില്ല. പിന്നെ എന്ത് പറയണം എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതെൻ്റെ 100ാമത്തെ വീഡിയോ അല്ല. ഞാൻ വീഡിയോ ചെയ്ത് പെർഫെക്റ്റ് ആവാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഒരു വീഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ ഇത്ര ലൈക്ക്, ഈ വീഡിയോ എന്നല്ല, ഒരു 50 വീഡിയോ ചെയ്യുന്നത് വരെ ഒന്നും തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഈ ഒരു കോണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് കാര്യം ഈ ലോകത്തോട് പറയാനുണ്ട്. എന്ന് വെച്ചാൽ, ഒരു വ്യക്തി, അപരിചിതരായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ അവരുടെ പൈസ, അവരുടെ മണി നമ്മൾ വെറുതെ വാങ്ങുമോ? അവർക്ക് ആവശ്യമുള്ള പണമായിരിക്കും അവരുടെ കയ്യിലുണ്ടാവും, എന്നാൽ അവരുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങും. അതുപോലെയാണ് നമ്മളൊരു കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഉപകാരമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് കൊടുത്ത സമയം അല്ലേ? എല്ലാവരും ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കൂല. അവർക്ക് എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്ത സമയത്തിൽ നിന്നാണ് നമ്മൾ അവരുടെ സമയം കവർന്നെടുക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ സമയം അപഹരിക്കുന്ന രീതിയിലൊരു വീഡിയോ ഞാൻ ചെയ്യൂല. അപ്പോൾ എൻ്റെ വീഡിയോസിൽ അവർക്ക് ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് കോണ്ടൻറ്. ഇത്ര വർഷത്തിനിടയിൽ ഞാൻ എൻ്റെ വിലപ്പെട്ട സമയം, എൻ്റെ എനർജി, എൻ്റെ എല്ലാം എനിക്ക് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് തന്ന എല്ലാം ഞാനും ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് സ്റ്റോപ്പ് ചെയ്യുകയും വേണം. ഇനി ഞാൻ ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആവുന്ന സമയത്ത് എന്നെ കാണുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്താണോ ഉള്ളത് അവർക്ക് ഉപകാരപ്രദമാവുന്ന അത് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ ഞാൻ പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഫസ്റ്റ് വീഡിയോ ആണ്, ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഓൺ വോയിസിൽ ചെയ്യുന്നതൊക്കെ. എന്നാൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളായിരിക്കും. കാരണം എനിക്കിപ്പോൾ 32 ഏജായി. ഈ ഒരു 32 വർഷം കൊണ്ട് ഒരുപാട് ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും ലേൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉരുക്കിയെടുക്കുക എന്ന് പറയുന്ന രീതിയിൽ മോൾഡ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മോൾഡ് ചെയ്തെടുത്ത വ്യക്തിയാണ്. അപ്പം എല്ലാ മേഖലയിലും, കൂടാതെ ഞാനിപ്പോൾ ഒരു കോച്ചാണ്.
മൈൻഡ് പവർ ട്രെയിനറാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഐസ് ബ്രേക്കിംഗ് എന്നൊരു സംഭവം ഉണ്ടല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങാൻ പോകുന്ന സമയത്തെ നമ്മൾ ഒരു സംഭവം ഇന്ന കാര്യം നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. നമ്മളത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് നമ്മൾ നീട്ടിക്കൊണ്ട് പോകും. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ആ രീതിയിൽ നമ്മൾ നീട്ടിക്കൊണ്ട് പോകും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് തുടങ്ങാനുള്ള നമ്മളുടെ ഭയം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. ഞാൻ മുന്നേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, നമ്മൾ പെർഫെക്റ്റ് ആവാൻ കാത്തിരിക്കുക, അല്ലെങ്കിൽ അതില്ലല്ലോ ഇതില്ലല്ലോ ഞാൻ തുടങ്ങിയാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ ആരെങ്കിലും കേൾക്കാനുണ്ടാവുമോ, ആ രീതിയിൽ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മളതൊന്ന് തുടങ്ങുക, വേറെ ഒന്നും നോക്കാനില്ല, നമ്മളതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് തുടങ്ങി കിട്ടിയാൽ പിന്നെ അതിൻ്റെ മുകളിൽ ലൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കോളും. ആദ്യത്തെ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് വലിയ കാര്യം. അത് ചെയ്ത് പിന്നെ അത് നമ്മൾ എന്താ പറയുക, ആ ഒരു ഓർഡറിൽ പോയിക്കോളും. നോ ഇഷ്യൂ, ഒരു ഇതും ഉണ്ടാവില്ല. എനിക്കറിയാം ഞാൻ പെർഫെക്റ്റ് അല്ല, ഒരുപാട് തപ്പലും തടയലും ഒക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സ്ക്രിപ്റ്റഡായിട്ട് എഴുതിയിട്ടോ ഒന്നുമില്ല, സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ഷെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നല്ല കാലം വരാൻ വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ പെർഫെക്റ്റായ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ട് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുക. ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് ഇപ്പം തന്നെ ചെയ്യുക. നാളെ എന്ന് പറഞ്ഞാൽ അത് ചെയ്യൂല. നാളെയെന്ന് നീണ്ടു പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തുണ്ടെങ്കിലും ഡു ഇറ്റ് നൗ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് നോയ്സ് കേൾക്കാൻ സാധിക്കും. പറഞ്ഞ പോലെ ഒരുപാട് വിക്കലും മൂളലും ഒക്കെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കും മക്കളൊക്കെ സ്കൂളിൽ പോയി അല്ലെങ്കിൽ പുലർച്ചെ ചെയ്യാം, അല്ലെങ്കിൽ അർദ്ധരാത്രി ചെയ്യാം, മക്കളുടെ സൗണ്ട് കേട്ടാലോ അല്ലെങ്കിൽ അവരെന്നെ ഡിസ്റ്റർബ് ചെയ്താലോ, ആ രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും എനിക്ക് ഈ ഭയങ്കര ചൂടെടുക്കുന്നതൊന്നും എനിക്ക് പറ്റാത്ത ആളാണ്. എപ്പോഴും ഫാൻ ഇട്ടിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഫാനൊക്കെ ഓഫാക്കിയിട്ട് ചൂടെടുക്കൂലേ എനിക്ക്. അപ്പം ഞാനിത് എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുക, അല്ലെങ്കിൽ മക്കൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യൂലേ, ആ രീതിയിലൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ഞാൻ നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ എല്ലാവരും ഇല്ലാത്തൊരു സമയം നോക്കി സെലക്ട് ചെയ്യുക, അതൊന്നും പോസിബിളായ കാര്യമല്ല. അപ്പോൾ മക്കളൊരു റൂമിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു അരമണിക്കൂർ തരണം, എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, എനിക്കൊരു അരമണിക്കൂർ തരണം, ആ രീതിയിൽ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ മക്കൾ വന്ന് ജസ്റ്റ് മുട്ടുന്ന തട്ടുന്നൊക്കെ ഉണ്ട്. അപ്പം നോയ്സ് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ടിങ്സ് നോക്കിയിട്ട് നിങ്ങളിത് ചെയ്യാൻ നിൽക്കേണ്ട, നിങ്ങളതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക, ബാക്കിയൊക്കെ നമ്മളിലേക്ക് വന്നോളും. പെർഫെക്റ്റ് ആവുക എന്നൊരു സംഭവം ഇവിടെ ഇല്ല. നമ്മളില്ലേ എല്ലാ മനുഷ്യന്മാരും യുണീക്കാണ്. ഓരോ ആൾക്കാർക്കും ഓരോ കഴിവുണ്ട്. എൻ്റെ സൗണ്ട് പോലെയല്ല നിങ്ങളുടെ സൗണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് അല്ല നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഞാനല്ല നിങ്ങൾ. എൻ്റെ ഓരോ സെല്ലുകളും ഡിഫറെൻറ്റാണ്, എൻ്റെ ഓരോ കോശങ്ങളും ഡിഫറെൻറ്റാണ്. അപ്പോൾ മറ്റുള്ളവരെ കണ്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ ഞാൻ യുണീക്കാണ്. എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോ വ്യക്തികളും യുണീക്കാണ്. മറ്റുള്ളവരെ കണ്ടിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ യുണീക്കാണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് പലതും പറയാനുണ്ട്, പലതും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എനിക്കും പലതും നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ആ സമയത്ത് ഞാൻ പെർഫെക്റ്റ് എന്നുള്ളൊരിതില്ല. ഞാൻ എന്താണോ പറയുന്നത്, ഞാൻ എന്താണോ ചെയ്യുന്നത്, അത് തന്നെയാണ് എൻ്റെ പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ല എന്നാണ് നമ്മൾ പറയാം. നോർമൽ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പെർഫെക്റ്റ് എന്നുള്ളൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് സമാധാനം കളയുന്ന, എപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. അപ്പം പെർഫെക്ഷനിസത്തിനെ പറ്റിയിട്ട് കുറേ സംസാരിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം.